അസ്സലാമലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആണ്. ബിസി ഡേ എന്ന് പറഞ്ഞാൽ 1 വീക്കിനേക്കുള്ള എൻ്റെ ഫിഷ്, ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ കയറ്റി വെക്കുക എന്നതാണ് ഇന്നത്തെ ടാസ്ക്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ക്ലീൻ ചെയ്ത ഫിഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീസറിൽ ഉണ്ടെങ്കിൽ എടുപിടി നമുക്ക് വേണ്ടുന്ന സമയത്ത് ഉണ്ടാക്കി എടുക്കാമല്ലോ. പക്ഷേ ഈ കൊഞ്ചും പിന്നെന്താണ് കൂന്തലൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഒരുപാട് ടയേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഉച്ചക്കത്തെ ലഞ്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വീക്കെൻഡാണ്, മോള് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കണം എൻ്റെ ലഞ്ച്. അപ്പോൾ കുറച്ച് കലംക്കായും കിട്ടിയേനെ, അതൊന്ന് കഴുകിയിട്ട് ആദ്യം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. പിന്നെ കുറേ ആളില്ലേ നമ്മളെടുത്ത് ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ലിങ്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യാം, നിങ്ങൾ കയറി പർച്ചേസ് ചെയ്തു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ 10:47 നമ്മുടെ ടൈം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം മോള് ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ പോക്കാ കാര്യങ്ങൾ. അപ്പോൾ ഒരു ദിവസം നല്ല ബിരിയാണി കാര്യങ്ങളെല്ലാം ആയിരിക്കും, ഒരു ദിവസം എന്തായാലും ഞാൻ വിചാരിച്ച് ഇന്ന് ട്രാവൽ ചെയ്തെല്ലാം വന്നാൽ അത്രയേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒന്ന് ഞാൻ വായിൽ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനില്ല. പെട്ടെന്ന് ഉണ്ടായി കിട്ടുകയും വേണം, എന്നാൽ അത് ഹെൽത്തി ആയിരിക്കുകയും വേണം, ആ വീട്ടിലുള്ള എല്ലാവരും കഴിച്ച് കിട്ടുകയും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ നോക്കിയെടുത്തത്. ഈ വഴുതനങ്ങയുടെ രണ്ടാമത്തേയുടെ പകുതിയോളം കേട് സംഭവിച്ചത്, അത് മാറ്റിയിട്ടാ. ബാക്കിയുള്ളതാണ് ഞാൻ ഒന്ന് മസാല പുരട്ടി എടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മസാല പുരട്ടി എടുക്കുക. അത്രേ പണിയുള്ളൂ, ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചോറും കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. എന്താണെന്നറിയില്ല, 2 തരം നാസ്തയും കറിയൊന്നും ഉണ്ടാക്കാന്ന് എന്നെ സംബന്ധിച്ചത് വലിയ ടാസ്ക്കൊന്നുമല്ല. പക്ഷേ ഉച്ചക്കത്തെ ലഞ്ച് അത് മടിയാണ്. അപ്പോൾ പിന്നെ അത് ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ ചോറങ്ങ് സ്കിപ്പ് ചെയ്യും, ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ കൂടെയാണ് നമ്മൾ മെയിനായിട്ട് വെജിറ്റബിൾ എല്ലാം കഴിക്കുന്നത്. ആ ഒരു സ്റ്റേജ് എന്താ പറയുക, ആ ഒരു സ്റ്റെപ്പ് നമ്മളങ്ങ് മിസ്സായി പോകുന്നുണ്ട് എന്തായാലും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ചോറുണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് മസാല പുരട്ടി വെച്ചു. ഇനി നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. 1 മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല, എന്നാലേ ഈ അരമണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ നടന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കാൻ. ഞാൻ ഫസ്റ്റ് തന്നെ ആ ചീര നല്ലപോലെ കഴുകിയിട്ടില്ലേ, വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. ചീരയും നമ്മളെ വഴുതനങ്ങയും ഒക്കെ. ഞാൻ പച്ചക്കറി വാങ്ങി എപ്പോഴും ചെയ്യുന്നൊരു കാര്യം അങ്ങനെ തന്നെയാണ്. ഈ ചീര എന്താണെന്ന് അറിയില്ല, വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതിൽ മണ്ണിങ്ങനെ തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ കഴുകി. അതുകൊണ്ടാണ് ഞാൻ ടൈം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വിനീഗർ ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ച കറിവേപ്പില, പച്ചമുളകും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. എന്നാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇത് നല്ലപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ കാര്യം ഞാൻ അതാ പറഞ്ഞത്. ഇത്രയും വലിയ കട്ടിംഗ് ബോർഡ് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കുറേ പച്ചക്കറിയൊക്കെ, ചീരയൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ചീരയൊക്കെ വളരെ നമ്മൾ ആഴ്ചക്ക് ഒരു ദിവസമൊക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും കഴിക്കുന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാ പച്ചക്കറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു പിന്നെ ഡിന്നറൊക്കെ നമുക്ക് എന്താ പറയുക മെനഞ്ഞെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ചീര മാർക്കറ്റിൽ ഞാൻ രാവിലെ ഫിഷൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് ഫ്രഷ് ചീര കണ്ടപ്പോൾ വാങ്ങിച്ചതാണേ. ഇനിയിപ്പോൾ ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആക്കാം. തേങ്ങ ചിരകിയത് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി, വഴുതനങ്ങൻ്റെ റെസിപ്പി എടുത്തത്. കാരണം തേങ്ങ എനിക്ക് കറിക്ക് ഇറക്കാനില്ല. അപ്പോൾ തേങ്ങ ഇല്ലാത്ത ഒഴിച്ചു കറിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ചീരയിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം ഉപ്പേരിക്ക്, അത്രയേ ഉള്ളൂ. തേങ്ങ ഉരുക്കി വെച്ച് പിന്നെ അത് ചിരണ്ടി എടുത്ത് വരുമ്പോഴൊക്കെ നമുക്ക് സമയം ഒരുപാട് പോകും. അപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കാത്ത ഒരുപാട് കറികളുടെ ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ നമുക്ക് 1/2 അവറിനുള്ളിൽ ലഞ്ച് റെഡി ആവുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ആ ചോറ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ഒഴിച്ചു കറി വേണം, ഒരു തോരൻ വേണം, ഒരു ഫ്രൈ വേണം. അത്രയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. വേണം ഒരു പപ്പടം കൂടി എൻ്റെ ഒപ്പം വെക്കുക, അല്ലെങ്കിൽ ഒരു മോര് വെക്കുക, അങ്ങനെയൊക്കെ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോൾ നമ്മളെ വീട്ടുകാരുടെ ആ ഒരു മെനു കൂടി നോക്കണമല്ലോ. അപ്പോൾ ആ ഒരു നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. വഴുതനങ്ങ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, നല്ലപോലെ ഫ്രൈ ആയിക്കോട്ടെ. പിന്നെ അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. പിന്നെ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, എന്നാലേ അതിൻ്റെ ആ ഒരു പക്കാ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. വഴുതനങ്ങ അല്ലെങ്കിലില്ലേ മസാല പുരട്ടി ഇങ്ങനെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് പകരം നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചൂടോടുകൂടി കഴിക്കണം എന്നാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. 10:47 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കല്ലേ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ അല്ലേ. പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ എന്തുണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. രാത്രിത്തേക്ക് കറി വേണം. ചപ്പാത്തി ഓൾറെഡി ചുട്ടിട്ട് ഫ്രിഡ്ജിലുണ്ട്, അത് ചൂടാക്കി എടുത്താൽ മതി. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് വരുന്നത്. ഞങ്ങൾ രാവിലെ ആ ഒരു ചപ്പാത്തീൻ്റെ കൂടെ ഒരു മുട്ട ഓംലേറ്റ് അടിച്ച് അങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ കഴിച്ചിട്ടാണ് ഞാൻ മാർക്കറ്റിലേക്ക് പോയതും മോളെ അയച്ചതും. അപ്പോൾ
രണ്ടാമത്തെ ആൾക്ക് ഉച്ച വരെയേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് ലഞ്ച് വേണ്ട. അങ്ങനെയൊക്കെ നമുക്ക് സമയം ഇന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഒരാഴ്ചത്തേക്കുള്ള ഫിഷൊക്കെ കട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചത്. ലഞ്ച് വേണ്ട ദിവസമൊന്നും രാവിലെ നമുക്ക് എന്തായാലും ഒപ്പിക്കൽ പരിപാടി ഒന്നും നടക്കില്ലല്ലോ. നല്ല വൃത്തിക്ക് കൊടുക്കണ്ടേ കുട്ടിക്ക് സ്കൂൾ കൊടുത്തയക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി കോരി മാറ്റി അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിലെ മക്കളെല്ലാം എങ്ങനെയാണ് വെജിറ്റബിൾ എല്ലാം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണോ? ചില കുട്ടികളൊക്കെ നല്ലോണം ചോറിൽ കുഴച്ച് കഴിക്കും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. എൻ്റെ മക്കൾ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് സങ്കടം, ഏറ്റവും കൂടുതൽ സങ്കടം അത് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. പച്ചക്കറിയെല്ലാം കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ചോറിൻ്റെ വെള്ളം തിളച്ച് അത് നമ്മൾ അരി കഴുകിയിട്ട് ഞാൻ ചോറിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിൻ്റെ ആ ഒരു അരി കഴുകുന്ന പാത്രങ്ങൾ നിങ്ങൾ ചിരിക്കേണ്ട ചാച്ചമ്പാണ്. അപ്പം നമ്മൾ മാക്സിമം പാത്രങ്ങളുടെ അളവ് കുറക്കാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചാച്ചമ്പിൽ തന്നെ അരി കഴുകി എടുക്കുന്നത്. പിന്നെ അതിനിടയിൽ ഓടിപ്പിടിച്ച് പോയിട്ട് ഞാനൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കുറുമക്ക് ആദ്യം അരച്ച് ഒഴിച്ചത് കാശുവാണ്. അപ്പോൾ ഇടയ്ക്കിടെ മോള് വരുന്നുണ്ടോ അവൾ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ വരുന്ന സൗണ്ട് വെക്കുമ്പോൾ അവളാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോയി ചെന്ന് നോക്കട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ് പുഴുങ്ങി ചേർത്ത് അതിൽ മസാല, ബേസിക് മസാല, മഞ്ഞൾ, മുളക്, ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ആക്കി അതൊന്ന് ഫ്രൈ ആകാൻ വെക്കുന്നത്. ഇതൊക്കെ ഈ ടൈമിനുള്ളിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം. നമുക്ക് നോക്കാം അരമണിക്കൂറിനുള്ളിൽ ആയി കിട്ടുമോ എന്നുള്ളത്. പക്ഷേ മോള് വന്നുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സമയം എന്താണ് ഈ വീക്കിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ നീ വരുന്നത്? അപ്പോൾ പറഞ്ഞ് ഉമ്മാനെ മിസ് ചെയ്യുന്നത്. ഉമ്മാനെയല്ല മിസ് ചെയ്യുന്നത്, ഉമ്മാൻ്റെ ഫുഡാണ് മിസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം ഫുഡ് മിസ് ചെയ്തിട്ട് നോക്ക് എന്തായാലും 1 വീക്കിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാനേ പറ്റുന്നില്ല. 1 വീക്ക്, ഒരു വീക്ക് വന്നില്ല, പിറ്റേത്തെ വീക്ക് കണ്ടിപ്പാக എനിക്കറിയാം അവൾ വന്നിരിക്കും എന്നുള്ളത്. അപ്പോൾ കുറച്ച് തമിഴ് ടച്ചൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അണ്ണന്മാരോട് ഇങ്ങനെ സംസാരിച്ച് കയറി വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മൾ പാല് പൊട്ടിച്ച് വെച്ച് ഞാൻ അവൾക്കൊരു ജ്യൂസ് അടിച്ച് കൊടുക്കട്ടെ. അതിനിടയിൽ എല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, തിരക്കിൽ എന്ത് ചെയ്താലും പാളിപ്പോവും. അപ്പോൾ കുറച്ച് പാലൊക്കെ അവിടെ എവിടെയായി അതെല്ലാം തുടച്ചെടുത്ത് ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ പ്രത്യേകം നോക്കിയിട്ട് ഇതേപോലെ അങ്ങ് കുഴച്ചെടുക്കുക. പിന്നെ വേറൊരു പാത്രമൊന്നും വേണ്ട. അപ്പോൾ ചീരയിലേക്ക് പച്ചമുളക് മുറിച്ചിട്ട് കറിവേപ്പില ഇട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും എല്ലാം ഇട്ടിട്ട് കൈകൊണ്ട് നല്ലപോലെ ഞെരടി എടുത്തിട്ട് നമ്മൾ ഒരേ ഒരു പാനിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഈ ഒരു പാനേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ വഴുതനങ്ങ ഫ്രൈ ആക്കി മാറ്റി വെച്ച് ആ ഒരു എണ്ണയിൽ തന്നെ കല്ലുമ്മക്കായ് ഫ്രൈ ആക്കി മാറ്റി വെച്ച് ആ ഒരു എണ്ണയിൽ പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനുശേഷം ഈ ചീര ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ഫ്രൈ പാൻ കൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ആയില്ലേ. അപ്പോൾ പാത്രങ്ങളുടെ അളവ് വളരെ കുറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ചോറ് വെച്ചൊരു പാത്രവും നമ്മൾ കറി ഉണ്ടാക്കുന്ന ഒരു പാത്രവും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഓൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചപ്പാത്തി എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം ഞാൻ ഒരു ബനാന ഇട്ടിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബനാന മിൽക്ക് ഇവർക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ബനാന മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇവർ പഴം കഴിക്കാനെല്ലാം ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങളെ മക്കൾ പഴമൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതേപോലെ പഴം മിക്സിയിലിട്ട് അതിലേക്ക് നല്ല കട്ട പാലൊഴിച്ച് വേണമെങ്കിൽ 1-2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തോളൂ. കുട്ടികൾക്ക് പഴമൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത് കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാത്രിക്കുള്ള കറി ആയേ ഒരു സൈഡിൽ. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ആയിട്ടുണ്ട്. പിന്നെ തൈരാട്ടോ എടുത്തത്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് റീൽസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ റെസിപ്പി തന്നെ കേട്ടോ. ഇത് പക്ഷേ നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യമൊക്കെ കാണുമായിരിക്കും ഇതെന്ത് ഇത്ര വലിയ ടേസ്റ്റുള്ള കാര്യമൊന്നുമല്ല എന്ന് വിചാരിച്ച് അങ്ങനെ തഞ്ഞൊരു റെസിപ്പി ആയിരുന്നു. പക്ഷേങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട്. നമുക്ക് ഒരുപാട് സമയം ലാഭമാണ്. തേങ്ങ മെയിനായിട്ട് നമുക്ക് വേണ്ട. അത് വലിയൊരു കാര്യമാണ്. തേങ്ങയുടെ അളവ് കുറച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു കറിയാട്ടോ. നിങ്ങളില്ലേ നമ്മളെ കേട് ഉപയോഗിക്കേണ്ട യോഗേർട്ട് തന്നെ ഉപയോഗിക്കുക. കാരണം പുളി ഉള്ളതാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കറി കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ല ചീര എത്ര മുറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണില്ലേ. വാടി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലേക്ക് പിന്നെ ആവശ്യാനുസരണം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഉപ്പേരിക്കെല്ലാം അത്യാവശ്യം നല്ലോണം തേങ്ങ ഇട്ടാലേ കഴിക്കാൻ പറ്റുള്ളൂ. ആണ്ടില്ല നിങ്ങൾ വാരിക്കോരി ഇടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തേങ്ങ ഇട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാ. എനിക്ക് അല്ലാണ്ട് ചില സമയത്ത് നമ്മൾ തോരൻ വെച്ചാൽ ഇത്തിരി തേങ്ങയാകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ കറിയായി, ഫ്രൈ ആയി, ചോറ് അതിനിടയിൽ വെന്തു. ഞാനത് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ചാച്ചമ്പിൻ്റെ മേലെ തന്നെയാണ് വറുത്തത്, പാത്രങ്ങളുടെ അളവ് കുറക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ നമ്മൾ സമയം നോക്കാം അത്ര ആയിട്ടുണ്ട് എന്നുള്ള 11:35. ഒരു 3/4 മണിക്കൂറായി. കാരണം 3/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മോള് വന്നതിൻ്റെ ഇടയിൽ ജ്യൂസ് അടിക്കാൻ പോയി, ചപ്പാത്തി ചൂടാക്കുമ്പോൾ എൻ്റെ ഇടയിൽ നമ്മൾ രാത്രിക്ക് ഒരു കറി ഉണ്ടാക്കിന്. അതൊക്കെ കൊണ്ടാണ് ആ ഒരു സമയമായത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. 1/2 അവർ ധാരാളമാണ്. അതിനുള്ളിൽ നമുക്ക് ആയി കിട്ടും. പിന്നെ ചീര, ഞാൻ ഓൾറെഡി ഈ ചീരയൊക്കെ കട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ചോറ് ഞാൻ ഒരു കാസ്ട്രോളിലേക്ക് മാറ്റി വെച്ചിട്ട് തണിഞ്ഞു പോകണേന് ഉച്ചക്കല്ലേ കഴിക്കുള്ളൂ. നമ്മൾ 11:45 ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞല്ലോ പരിപാടിയല്ലോ. അപ്പോൾ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടച്ചെടുത്തു കിച്ചണല്ലോ.
അതൊരു എനിക്കൊന്നൊരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ടൈം കാണിക്കാൻ ആ ഒരു സമയം എൻ്റെ അടുത്ത് വിട്ടുപോയി കേട്ടോ. പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനിടയിൽ നമ്മൾ ചോറ് തിന്നാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 2:30 മണി അങ്ങനെയൊക്കെ നമ്മൾ ചോറ് തിന്ന ടൈം എന്ന് പറഞ്ഞത്. അതിനൊക്കെ കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ റിപ്ലൈ കൊടുത്ത്. ഫോൺ തൊട്ടാൽ പിന്നെ അവിടെ ആയിപ്പോവും, ഫോൺ എടുത്താൽ പിന്നെ കുറേ സമയം പോകുന്നത് അറിയേയില്ല. അപ്പോൾ എൻ്റെ ടൈം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടാത്തൊരു സ്റ്റേജിലാണുള്ളത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഓ ഭയങ്കര ബിസിനസ് എന്നൊക്കെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചോറ്, അതിൻ്റെ ഒപ്പം ചീര തോരൻ, പിന്നെ കല്ലുമ്മക്കായ് ഫ്രൈയും. ആ ഒരു കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തിട്ട് ആ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് പണ്ട് നമ്മൾ ചെറുപ്പത്തിലും ചോറ് എന്ന് ഓർക്കുന്നുണ്ട് നിങ്ങൾ. അങ്ങനെ ചോറുന്ന ആൾക്കാരുണ്ട്, ഒരു ലൈക്ക് അടിച്ചിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കല്ല പണ്ട് അത് മതിയേനു. പക്ഷേ ഇപ്പോൾ കല്ലുമ്മക്കായ്ക്ക് എന്ത് വിലയല്ലേ, നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു കല്ലുമ്മക്കായ് കിലോന് 100 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഓൺ ദ സ്പോട്ട് വാങ്ങി. നമുക്കങ്ങനെ കിട്ടുമ്പോൾ പിന്നെ അത് വിടൂലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിന്. ഞാൻ പിന്നെ കുറച്ചും കൂടി കുട്ടിയേക്ക് ആ ഒരു വെജിറ്റബിളെല്ലാം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ ചോറും ആ കല്ലുമ്മക്കായ് പൊരിച്ചതും അതിൻ്റെ നെയ്യും കൂട്ടി കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. പക്ഷേ അത് മാത്രം പോരല്ലോ, നമുക്ക് ഹെൽത്തി മീലായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ അതിനുള്ളിലാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് നല്ല ഫുഡ് കഴിക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, മനസ്സിൽ അസൂയയും കുശുമ്പൊന്നും വേണ്ട, അവരവരെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ജീവിക്കുക. അത്ര മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും വരാം.